ഹലോ ഫ്രണ്ട്സ്, ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്തവർക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഇന്ന് വരുന്നത്. അതിന്റെ അർത്ഥം ഗേറ്റ് എക്സാം കഴിഞ്ഞവർ മാത്രം കേൾക്കണമെന്നല്ല. നമ്മൾ ഇന്നിവിടെ കണ്ടുവരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ബിടെക്കും ബിഇയും ഒക്കെ കഴിഞ്ഞാൽ ഇൻസിഡന്റലി അവർക്ക് പെട്ടെന്നൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടും. അപ്പോഴേക്കും അവർ ജോലിയിലേക്ക് പ്രവേശിക്കും. പിന്നീടുള്ള വിദ്യാഭ്യാസത്തിൽ അവർ അധികം ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് ഈ ബിടെക്കും ബിഇയും കഴിയുന്നവർ, അത് പ്രിപ്പയർ ചെയ്യുന്നവർ ഏതാണ്ട് അവരുടെ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴേക്കും ഗേറ്റ് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തണം. അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഗേറ്റ് എക്സാമിനേഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ ഇറക്കിയിരുന്നു. അടുത്ത വർഷവും വീണ്ടും 2027 ഗേറ്റ് എക്സാമിനേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ സത്യത്തിൽ 22ാമത്തെ വയസ്സിൽ നിങ്ങൾ ബിടെക്കോ ബിഇയോ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം 1-2 പ്രാവശ്യം നിങ്ങൾ ഗേറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഒരു സ്കോർ ലഭിക്കും. മികച്ച ഒരു സ്കോർ ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിൽ ജോലിക്ക് ലഭിക്കുന്നതിന് പിന്നെ എക്സാമിനേഷൻ ഒന്നും എഴുതണ്ട. സാധാരണ ഒരു ഇന്റർവ്യൂവിന് അപ്പുറത്ത് മറ്റൊന്നും ഉണ്ടാവില്ല. തന്നെയല്ല, ഈ ഗേറ്റ് സ്കോറിന് 3 വർഷത്തെ കാലാവധിയുമുണ്ട്. അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേക്കൻസി നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റിൽ ക്ലാസ് 1 തസ്തികയിലേക്ക്, അത് ഗസറ്റഡ് റാങ്കിലേക്ക് വന്ന പോസ്റ്റാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഗേറ്റ് എക്സാമിനേഷൻ 2024, 25, 26 ഈ 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തെ നിങ്ങളുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്കുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാഥമികമായിട്ടും വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ബിടെക് ഗ്രാജുവേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ MSc റിലേറ്റഡ് സബ്ജക്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ MCA കാരനായിരിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഗേറ്റ് സ്കോർ ഉണ്ടാവണം. ഏതെങ്കിലും 3 വർഷത്തെ ഒരിക്കലാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗേറ്റ് സ്കോറിന്റെ വാലിഡിറ്റി സാധാരണ നിലയിൽ 3 വർഷത്തേക്കായിരിക്കും. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് നിങ്ങളുടെ ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് സ്ക്രീൻ ചെയ്യും, അവരുടെ ടോട്ടൽ വേക്കൻസി അനുസരിച്ച്. അതിനുശേഷം സ്ക്രീനിങ്ങിൽ വരുന്ന ആൾക്കാരെ അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നതാണ് രീതി. അപ്പോൾ ഏതൊക്കെ വേക്കൻസി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആകെ 243 വേക്കൻസിയാണുള്ളത്. അത് കമ്പ്യൂട്ടർ സയൻസിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഉണ്ട്, ഡേറ്റാ സയൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഉണ്ട്, ഒപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബേസ് ഡിഗ്രി ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ലെവൽ 10 ആണ്, അതായത് ഗസറ്റഡ് ഓഫീസർ റാങ്ക് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞാൽ ഏതാണ്ട് സ്റ്റാർട്ടിംഗ് ശമ്പളം ഇന്നത്തെ നിലയിൽ ഒരു 96,000 രൂപ, അതായത് ഓൾമോസ്റ്റ് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്. ഒപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കവറേജും ഗ്യാരണ്ടിയും കിട്ടുന്ന ജോലിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ബിടെക് കഴിഞ്ഞിട്ട് ചെറിയൊരു ജോലി തുടങ്ങിക്കൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്ത് സർവേ ചെയ്യുന്നതാകുമോ നല്ലത്, അതോ നേരെ മറിച്ച് ഇങ്ങനൊരു ശ്രമം നടക്കുന്നതാകുമോ? ശ്രമിക്കുന്ന എല്ലാവർക്കും കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ബിടെക്കും ബിഇയും ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു മേഖലയാണ് എന്ന് മാത്രമേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ ഗേറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു 4-5 വർഷം ഈ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗേറ്റ് എക്സാമിനേഷൻ എഴുതി ഒരു നല്ല സ്കോർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഇവർ നടക്കുന്നത് ഒരു ഇന്റർവ്യൂ മാത്രമാണ്. ആ പേഴ്സണാലിറ്റി ഇന്റർവ്യൂ, സാധാരണ നടക്കുന്ന ഇന്റർവ്യൂവിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ പഠിച്ച സബ്ജക്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള നോളജിനെ പറ്റി അവർ ചോദിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ചോദിക്കുന്നുണ്ടാവും. മറ്റു കുറെ സാധാരണ നിലയിൽ ഒരു 20-30 മിനിറ്റിൽ ഉള്ളിൽ നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് സാധാരണ നിലയിൽ എപ്പോഴും നടക്കുന്നത്. 60% വെയിറ്റേജ് നിങ്ങളുടെ ഗേറ്റ് സ്കോറിലായിരിക്കും. 40% വെയിറ്റേജ് മാത്രമാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിലുള്ളത്. അപ്പോൾ ഗേറ്റ് സ്കോർ നല്ല ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇനിയും ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എവിടൊക്കെയാണ് നിങ്ങളുടെ പോസ്റ്റിംഗ്.
ഈ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ ഡിജിറ്റൽ സപ്പോർട്ട് നോക്കുന്ന ഗ്രാസ് റൂട്ട് ലെവൽ വരെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും ഇവർക്ക് ഓഫീസുണ്ട്. ഓരോ ജില്ലയിലും കുറഞ്ഞത് 2 ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഉണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന അനേകം ആൾക്കാർ തുടക്കത്തിൽ മുതൽ ഏതാണ്ട് 10-30 വർഷത്തോളം അവരുടെ ജില്ലയിൽ മാത്രം ജോലി ചെയ്തത് എനിക്ക് നേരിട്ടറിയാം. അതിനുശേഷം വീണ്ടും അവർക്ക് സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ നിർബന്ധമായും ശ്രമിക്കേണ്ട ഒരു പോസ്റ്റാണിത്. ഏജ് 30 വയസ്സിന് കവിയരുത് എന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ മട്ടിട്ട് കിട്ടുന്ന SC/STക്ക് 5 വർഷത്തേതും OBCക്ക് 3 വർഷത്തേതും PWBDക്ക് 10 വർഷത്തെയും റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇനിയും അപേക്ഷിക്കേണ്ട രീതി, നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. NICയുടെ സൈറ്റിൽ നിന്നും ഓൺലൈൻ ലിങ്ക് കിട്ടും. നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 24. നിങ്ങൾക്ക് ഒരു അപേക്ഷ ഫീസ് ഉണ്ടാകും. 800 രൂപയാണ് അപേക്ഷ ഫീസ്. പക്ഷേ ഈ അപേക്ഷ ഫീസ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മാത്രമേ, OBCക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇത് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 24. നിങ്ങൾക്ക് എൻട്രി ലഭിക്കാൻ പോകുന്നത് ഗസറ്റഡ് റാങ്കിലാണ്. നിങ്ങളുടെ പോസ്റ്റിംഗ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജില്ലയിലാവാം. പ്രിഫറബിളി നിങ്ങളുടെ ജില്ലയിൽ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഡേറ്റാ സയൻസിലോ ഇലക്ട്രോണിക്സിലോ ഒക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒപ്പം നല്ല ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ ഏതെങ്കിലും സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അപേക്ഷിക്കുക. ഈ ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കണം.